അദ്ദേഹത്തിന് ആ ഒരു സന്ദർഭത്തിൽ കേന്ദ്ര സർവീസിലേക്ക് പോകുന്നതിനെ കുറിച്ചൊരു ആലോചന ഉണ്ടായി. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ കേന്ദ്രത്തിൽ പോയി പഴിക്കാമല്ലോ എന്ന് കരുതിയതാ. അപ്പൊ എന്ത് സംഭവിച്ചു? അങ്ങനെ പോകണമെങ്കിലേ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റിപ്പോർട്ട് വേണം. അത് ചോദിച്ചിട്ട് സർക്കാർ കൊടുക്കത്തില്ല. എന്ത് ചെയ്താലും കൊടുക്കത്തില്ല. അവസാനം കേന്ദ്രം ഇങ്ങോട്ട് എഴുതി, DGPക്ക് എഴുതി, യോഗേഷ് ഗുപ്തയുടെ വിജിലൻസ് ക്ലിയറൻസ് റിപ്പോർട്ട് കേന്ദ്രത്തിന് അയക്കണമെന്ന്. അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇദ്ദേഹം മറ്റു ചില വകുപ്പുകളിലൊക്കെ ബെപ്കോ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് പോലീസിന്റെ കീഴിലല്ലല്ലോ. അപ്പോൾ DGPക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അത് അദ്ദേഹത്തെ അറിയിച്ചു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ട് താമസിക്കുന്നതിനെ പറ്റി വിവരാവകാശ നിയമം ഉപയോഗിച്ചൊരു കത്ത് നൽകുന്നു. അത് പക്ഷേ രഹസ്യരേഖയായതുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ലെന്ന. അങ്ങനെയാണ് പോലീസിലെ വിവരാന്വേഷണ ഉദ്യോഗസ്ഥൻ യോഗേഷ് ഗുപ്തയെ അറിയിച്ചത്. അതിനൊരു അപ്പീൽ എന്ന നിലയിൽ യോഗേഷ് ഗുപ്ത DGP രേവത ചന്ദ്രശേഖറിന് അയച്ച കത്തിലാണ് കേരള പോലീസിന്റെ പ്രവർത്തനത്തെക്കുറിച്ച്, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആദ്യം നിശ്ചിതമായ വിമർശനങ്ങളുള്ളത്.